Be
കർത്താവിലേക്കും അനുഗ്രഹീതരായവരെ, ഇന്നത്തെ വിശുദ്ധ കുർബാന പ്രത്യേകമായി യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൃതജ്ഞതാപരനായി റോബിൻ സോണിയ, പ്രത്യേക യോഗത്തിന്റെ നിവൃത്തിക്കായി നിമ വർഗീസ്, ജോസി തോമസ്, പരേതരായ എം ബി ബേബി, ജോസ് ദേവർക്കാട്ട്, അന്നക്കുട്ടി ആൻഡ് ഡേവിഡ് എന്നിവർക്ക് വേണ്ടി ICU-വിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വർഗീസ് ചെമ്പശ്ശേരി എന്ന വ്യക്തിക്ക് വേണ്ടി ഈ കുർബാനയിൽ നമുക്ക് പ്രത്യേകമായി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ലത്തീൻ ആരാധനക്രമം അനുസരിച്ച് തിരുപ്പിറവി കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച അത് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബം പോലെ രൂപവൽക്കരിക്കപ്പെടുവാനായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഇന്ന് ഡിസംബർ മാസം 28-ാം തീയതി കുഞ്ഞി പൈതങ്ങളുടെ തിരുനാളാണ്. യേശുവിന്റെ ഇഹലോക ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഹെറോദോസിന്റെ കൽപ്പനയാൽ മരണപ്പെട്ട കുഞ്ഞു പൈതങ്ങൾ വിശുദ്ധരാണ് എന്ന് സഭ പ്രഖ്യാപിക്കുന്നു. ആ നിഷ്കളങ്ക ബാല്യങ്ങളുടെ മാധ്യസ്ഥം തേടി നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആട്ടിടയന്മാർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സഹോദരന്റെ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോട്
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, തിരുക്കുടുംബത്തിന്റെ ഉത്തമ മാതൃക ഞങ്ങൾക്ക് നൽകാൻ തിരുമനസ്സായ ദൈവം, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹ ശൃംഖലകളിലും അവരെ പിഞ്ചെന്ന്
അങ്ങേ ഭവനത്തിന്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കുവാൻ കരുണാപൂർവം ഇടയാക്കണം. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒന്നാം വായന പ്രഭാഷക പുസ്തകത്തിൽ നിന്ന്. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ, പിതാവിന്റെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാര്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളെ കടന്നിടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാര്യത്തിന് അനുഭവിക്കും. കർത്താവിന്റെ വചനം. സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടത്തുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടത്തുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കുകയും നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടത്തുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളിയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കിലും ഒലിവുതൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടത്തുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടത്തുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 12-21 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാവനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യശീലം, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. സർവോപരി എല്ലാവരെയും കൂട്ടിയിരുത്തി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കുകയും പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന്റെ സങ്കീർത്തനവും ഗാനങ്ങളും ആത്മീയഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് നേരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരുടെ ഹൃദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഹല്ലേലൂയ. സുവിശേഷ ഗീതികൾ പാടാം. യേശുവിൻ സാക്ഷികളാകാം. നൂറെങ്കിലും പോകാം. നാഥൻ
പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടർന്നു. അവൻ നിന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. ഹെറോദസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദസിന്റെ സ്ഥാനത്ത് യൂദയായി ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. കർത്താവിന്റെ സുവിശേഷം. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തിരുനാളുകളുടെ സമ്മേളനമാണ്. തിരുക്കുടുംബത്തിന്റെ തിരുനാള്, കുഞ്ഞുപൈതങ്ങളുടെ തിരുനാള്. ഈ ദിവസം തിരുവചനം നമ്മെ ധ്യാനിപ്പിക്കാൻ ശ്രമിക്കുക 4 തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച്. ഒന്നാമത്തെ വ്യക്തിത്വങ്ങൾ തിരുക്കുടുംബം രൂപപ്പെടുത്തിയ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും യൗസേപ്പിതാവിന്റെയും വ്യക്തിത്വങ്ങളാണ്. ഈശോയുടെ സ്വഭാവത്തെ കുറിച്ച് അത് സാധ്യതയാണ് എന്നതിനെ കുറിച്ച് ദീർഘമായി വേദനയിൽ വെച്ച് പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. ഇനി നിങ്ങളെ കൊണ്ട് വീണ്ടും പരാതികൾ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും യൗസേപ്പിതാവിന്റെയും വ്യക്തിത്വങ്ങൾ ജീവിത സാഹചര്യം ദൈവത്തിന്റെ കൃപയാൽ സംരക്ഷിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ആയതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ ദൈവത്തിന്റെ ദൂതൻ സംബോധന ചെയ്യുന്ന ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തിക്ക്. നമ്മളിപ്പോഴും ചൊല്ലുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ സാങ്കത്യത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിന്റെ ഒരു വാക്കിലുള്ള വ്യത്യാസം മലയാളത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ അത് നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് ചൊല്ലും. നമ്മുടെ പരിചിതമായ ഒരു ഇതാണ്. സഭാപിതാക്കന്മാർ തിരുത്തൽ. നന്മ നിറയുകയും കൃപ നിറയുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. നന്മ എന്നത് മനുഷ്യ ആർജിത സ്വഭാവമാണ്. ഇതാണ് ഒരു നന്മയുള്ളവനാണ്. എന്നാൽ കൃപ എന്നത് ദൈവത്തിന്റെ ദാനം, മനുഷ്യന്റെ അധ്വാനം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. ആയതുകൊണ്ടാണ് പരിശുദ്ധ കന്യകയെ മറിയത്തെ കൃപ നിറഞ്ഞവൾ സംബോധന ചെയ്യും. ദൈവത്തിന്റെ ദാനത്താൽ ദൈവകുമാരനെ ജനിക്കാനുള്ള ഉദരമായി, ദൈവകുമാരൻ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഉദരമായി പരിശുദ്ധ അമ്മയെ കൃപയെ കാത്തു സൂക്ഷിച്ചു. യൗസേപ്പിതാവ് കൃപയിൽ സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ അതിന്റെ ഏറ്റക്കുറിച്ചുള്ള പറഞ്ഞാൽ പക്ഷെ നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കും. പരിശുദ്ധ കന്യകമറിയത്തിന്റെ അടുക്കൽ ദൈവദൂതൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു. യൗസേപ്പിതാവിന്റെ അടുക്കൽ എല്ലാം സ്വപ്നത്തിലാണ് വരുന്നത്. എങ്കിലും കൃപയിൽ സംരക്ഷിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് പരിശുദ്ധ കന്യകമറിയവും യൗസേപ്പിതാവും. ആയതുകൊണ്ട് അവർ രൂപപ്പെടുത്തിയ അവരുടെ വിവാഹബന്ധത്തിൽ ഉരുത്തിരിഞ്ഞ കുടുംബം തിരുക്കുടുംബമായി യേശുവിന്റെ സാന്നിധ്യമുണ്ട്. അതിനുശേഷം പറയാം. എങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തിൽ കൃപയിൽ നിന്നും വ്യതിചലിച്ച ജീവിതം ഉണ്ടായിരുന്നു.
ലഭിച്ച കൃപയിൽ നിന്ന് വ്യതിചലിച്ചൊരു ജീവിതമോ ചിന്തയോ ഇല്ലാതിരുന്നതുകൊണ്ട് തിരുക്കുടുംബത്തിന് തിരുനാളിൽ അവരുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ മാതൃക നമ്മൾ സ്വീകരിക്കുക. തിരുക്കുടുംബവും നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യതയാണ്. തിരുക്കുടുംബവും നമ്മുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യമാണ്. നമ്മുടെ ആഗ്രഹം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തിരുക്കുടുംബം പോലെ രൂപവൽക്കരിക്കപ്പെടണം എന്നതാണ്. അതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തിരുക്കുടുംബമാകണമെങ്കിൽ അവിടെ യേശു ജനിക്കുക, യേശുവിന്റെ സ്വഭാവത്തിലേക്ക് ഓരോ വ്യക്തിയും വളരുക എന്നത് മാത്രമേ പറ്റുകയുള്ളൂ. മറിയത്തിന്റെ സ്വഭാവത്തിലേക്ക്, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വഭാവത്തിലേക്ക്, യോസേഫ് പിതാവിന്റെ സ്വഭാവത്തിലേക്ക് ഓരോ വ്യക്തിയും രൂപപ്പെടുക എന്നത് മാത്രമാണ് തിരുക്കുടുംബമാകാനുള്ള ഏക വഴി. അതല്ലാതെ മറ്റു കുറുക്കു വഴികളൊന്നും ഇല്ല. ഇന്നത്തെ വചനം നമ്മെ ജ്ഞാനിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തിത്വങ്ങൾ അത് ജ്ഞാനികളാണ്. പൗരസ്ത്യ ദേശത്ത് നിന്നെത്തിയ ദാർശനികരാണ്. ഈ ദാർശനികരെ ഇഷ്ടം ഇവർ വഴിതെറ്റി പോയിട്ടും നേരായ വഴിയിലേക്ക് തിരികെ വന്നവരാണ്. കിഴക്ക് കണ്ട നക്ഷത്രം നോക്കി യാത്ര തിരിച്ച് തങ്ങളുടെ ദേശത്ത് നിന്ന് ഇസ്രായേൽ എന്ന ഈ ദേശത്തെത്തി രാജകൊട്ടാരത്തിന്റെ മഹിമയും പ്രതാപവും അവിടുത്തെ വെളിച്ചങ്ങളും കണ്ണം ചുറ്റിക്കുന്ന രീതികളും ഒക്കെ കണ്ടപ്പോൾ ഒരു പക്ഷേ ദൈവകുമാരൻ ജനിച്ചിരിക്കുന്നത് ഈ കൊട്ടാരത്തിലാകാമെന്ന് തെറ്റിദ്ധരിച്ച് രാജകൊട്ടാരത്തിന്റെ പ്രതാപത്തിലേക്ക് നടന്നു കയറി. അവരുടെ ചിന്തകേരളത്തിന്റെ ബാക്കി പത്രമാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശിശുപഥത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അതിന് അവർ കാരണക്കാരായി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ തെറ്റായ തീരുമാനത്തിന്റെ സൈഡ് ഇഫക്റ്റ് ആണ്. ഇപ്രകാരം കൊട്ടാരത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശകരികളിലേക്ക് പ്രതാപങ്ങളിലേക്ക് നടന്നു കയറി. എന്നാൽ അത് തെറ്റാണ് എന്ന് ദൈവത്തിന്റെ ദൂതൻ അവർക്ക് കൽപ്പന കൊടുത്തപ്പോൾ അവരെ പറ്റി പറയുന്നതാണ് മറ്റൊരു വഴിയെ അവർ തിരികെ സ്വദേശത്തേക്ക് മടങ്ങി. മറ്റൊരു വഴിയെ തിരികെ പോകാൻ അങ്ങനെ സുവിശേഷത്തിന്റെ വ്യക്തിത്വങ്ങളായി മാറുന്ന ജ്ഞാനികൾ തങ്ങൾ നടക്കുന്ന വഴി ശരിയല്ല എന്ന്, തങ്ങൾ നടക്കുന്ന വഴി പാപത്തിൻ്റെതാണ് എന്ന്, തങ്ങൾ നടക്കുന്ന വഴി തെറ്റിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ തിരിച്ചറിവിൽ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് അവരുടെ ജീവിതത്തിൽ ശരിയായ ദിശാബോധം കണ്ടെത്തി നടന്നു നീങ്ങിയവർ. മൂന്നാമത്തെ കൂട്ടർ ഏറ്റവും അപകടം, ഒരു വളരെയധികം പൈശാചികത നിറഞ്ഞവരാണ്. അത് ഹെറോദോസിന്റെ പക്ഷക്കാരാണ്. ഹെറോദോസിന്റെ പക്ഷക്കാരുടെ പ്രത്യേകത തങ്ങൾക്കെതിരാണ് എന്ന് കാണുന്നവരെയെല്ലാം നശിപ്പിക്കും. ഇത് ക്രിസ്തീയതയ്ക്ക് നേരെ വിപരീതമാണ്. ക്രിസ്തീയത എന്നാൽ യോഹന്നാൻ പ്രഖ്യാപിച്ചതാണ്, അവൻ വളരണം, എന്നിൽ യേശു വളരണം, ഞാൻ കുറയണം എന്നതാണ് ക്രിസ്തീയതയുടെ സന്ദേശം. എന്നാൽ ഹെറോദോസ് പക്ഷം ഇതാണ്, തങ്ങൾക്കെതിരുള്ളവർ നശിപ്പിക്കപ്പെടും, നിലനിൽക്കാൻ പാടില്ല, എല്ലാം ഞാൻ മൂലമേ നടക്കാവൂ. ഞാനൊന്ന് മാറി നിന്നാൽ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ലോ, പാട്ടുകാരെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊന്ന് മാറി നിന്നാൽ എന്നേക്കാൾ നന്നായി പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവസരം കിട്ടുമെന്ന് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഞാൻ ഇരിക്കുന്നതല്ല. എന്നും ചിന്തിക്കാൻ സാധിക്കും. ഞാനൊന്ന് മാറി നിന്നാൽ എന്നേക്കാൾ നന്നായി കാര്യം നടത്തുമെന്ന് പറയുന്നവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുക.
നാലാമത്തെ കൂട്ടർ ഞാൻ ഈ സുവിശേഷം എന്നോട് തന്നെ പറയുന്നതാണ്. ആയതുകൊണ്ട് അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നാലാമത്തെ കൂട്ടർ നമ്മളാണ്. നമ്മൾ ഒരു പക്ഷേ ഒരു ഓസ്കാർ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കത്തോലിക്കൽ പള്ളിക്കകത്ത് പരിശുദ്ധ കന്യക മറിയം യൂസഫിലാവും, പള്ളിക്ക് പുറത്ത് ഹെറോദോസ്. അത് ഈ വാതിൽ പുറത്ത് ദൂരം പറഞ്ഞു. നമ്മളെ കാണുന്ന ഹെറോദോസ് പിന്നൊരു സത്യവാനാണെന്ന് അങ്ങനെയെങ്കിലും പറയാം. അവന്റെ നിലപാടിലാണ് മോശമാണ്. ഒന്നുമായി തോന്നുന്നു ജ്ഞാനികൾ തെറ്റാണെന്ന് പറയുമ്പോൾ വഴി തിരികെ യാത്രയായി. നമുക്ക് തെറ്റാണെന്ന് അറിയാം, പക്ഷെ നമ്മൾ ജ്ഞാനികളുടെ പക്ഷം എടുക്കുകയല്ല. നമ്മൾക്ക് ഹൃദയം നിറയാനായിട്ട് പരിശുദ്ധ അമ്മയുടെ യോസേഫിന്റെ സ്വഭാവത്തിലേക്ക് വളർത്തുകയും കാണുമ്പോഴും നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അച്ഛന്റെ പ്രസംഗം അങ്ങോട്ട് മാറും. പിന്നെ ഞാൻ പ്രസംഗിക്കാനില്ല. ഞങ്ങൾക്ക് ആകെപ്പാടെ 4 മണിക്കൂർ 3 മണിക്കൂർ 6 മണിക്കൂർ 1 മണിക്കൂർ ആകെപ്പാടെ ഈ നടങ്ങിയൊക്കെ പള്ളിയിൽ തന്നെ വലിയ ഇതാണ് നമ്മുടെ സ്വഭാവം. ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നിരുന്നപ്പോ നിർഭാഗ്യവശാൽ അടുക്കളയോട് ചേർന്നുള്ള വശം ഇരിക്കാനായിട്ട് ഇടയായി. അപ്പൊ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബനാഥൻ ചോദിച്ചു, ചെറിയ കാപ്പി ആഗ്രഹമുണ്ട്. എനിക്ക് പിന്നെ അങ്ങനെയാണോ വേണമെന്ന് പറയുന്നത് ഞാൻ പറയും കാപ്പി വേണം. അപ്പൊ കുടുംബനാഥൻ അകത്ത് പോയി ഭാര്യയോട് പറഞ്ഞു, അച്ഛനൊരു കാപ്പി. അപ്പൊ അകത്തൊന്ന് പറയുന്നത് ഈ അടുക്കളയുടെ തൊട്ടടുത്ത് ഇരുന്നുകൊണ്ടോ ഭാഗ്യവശാൽ ഇരുന്ന് പോയപ്പോൾ പിന്നെ തോന്നുന്നു മതിയെ കാപ്പി എടുക്കുന്നില്ല. അടുക്കളയെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. മുഖഭാവ വ്യത്യാസമില്ലാതെ അമ്മ കൊണ്ടുവന്ന കാപ്പി സ്നേഹത്തോടെ കൊണ്ടുവന്ന കാപ്പി കൊണ്ട് തന്നു. നമ്മൾ പ്രത്യക്ഷത്തിൽ മാതാവ് യോസേഫിലാവും. അടുക്കളയുടെ അപ്പുറത്തേക്ക് മാറുമ്പോൾ ഹെറോദോസ് പക്ഷേ നമ്മളെ പറ്റി തന്നെ ധ്യാനിക്കും. പള്ളിയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളന്ന് മുട്ടുകുത്താനൊക്കെ പറയുമ്പോൾ മുട്ടുകുത്തിനെ കവന്ന് വീഴും അല്ലേ? ഇത് കഴിയുമ്പോൾ ഇത് നമ്മുടെ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് നമ്മുടെ സാധന വിവരണത്തിലേക്ക് കടക്കുമ്പോൾ രതി കുർബാനയിൽ പറയും, നമുക്ക് രതി കുർബാനയിൽ ക്രമമനുസരിച്ച് നമുക്ക് മുട്ടുകുത്തി നിന്നാണ് സംബന്ധിക്കുന്നത്. മുട്ടുകുത്തി കവന്ന് കിടക്കും. അസീറമല്ലാത്തമായാലും മുട്ടുകുത്തുണ്ടോ? ഇല്ല. ഞാൻ വിവാദം ഉണ്ടാക്കുന്നില്ല, പഠിച്ചിട്ട് പറഞ്ഞാൽ അറിയത്തില്ലാത്തത് പറയുന്നു. എന്തിനാ മുട്ടുകുത്തുന്നത്? എപ്പോഴാണ് മുട്ടുകുത്തേണ്ടത്? അതറിയില്ല. ഈ നമ്മളാണ് തിരുക്കുടുംബം രൂപപ്പെടുത്തുന്നത്. നമ്മളെല്ലാം ധ്യാനിക്കാൻ പറയുന്നത് ഇന്നത്തെ ദിവസം തിരുക്കുടുംബത്തിന്റെ തിരുനാൾ. നമ്മുടെ കുടുംബം തിരുക്കുടുംബം പോലെ രൂപപ്പെടുത്തിക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യവും തിരുക്കുടുംബം ഒരു സാധ്യതയാണ്. ഈ സാധ്യതയിൽ പരിശുദ്ധ മറിയത്തിന്റെ സ്വഭാവമുണ്ട്, യോസേഫിന്റെ സ്വഭാവമുണ്ട്, അനുസരണയുടെ വഴിയുണ്ട്. മാതാപിതാക്കളുടെ ഇടയനായി ജീവിച്ച യേശു തമ്പുരാനെന്ന ഭാഗ്യമുണ്ട്. ഇന്നത്തെ സുവിശേഷം ഒരു പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വഴിമാറി നടന്നു പോകാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് പാപത്തിന്റെ ഏത് സാഹചര്യത്തിലേക്ക് വഴിമാറി വീണ പോയിട്ടുണ്ടെങ്കിലും തിരികെ വരാൻ നമ്മെ
അനുഗമിക്കുന്നവരെ മാറോട് ചേർത്തണയ്ക്കുന്ന പിതൃഹൃദയത്തോടെ നോക്കിയിരിക്കുന്ന പിതാവായ ദൈവം യേശുവിന്റെ കാരുണ്യം നമ്മെ മാറി വിളിക്കുന്നുണ്ട്. നമുക്ക് ഫറവോനെ പോലെ കഠിന ഹൃദയമുള്ളവരാകാതെ ഹെറോദോസ് പക്ഷക്കാരെ പോലെ ഇല്ലായ്മയുടെ സുവിശേഷം ഇല്ലാതാക്കേണ്ട സുവിശേഷം പ്രസംഗിക്കുന്നവരാക്കാതെ യേശു തമ്പുരാനെ പോലെ ജീവന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ബലി പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം ഏറ്റെടുക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ കാലയളവിൽ നമ്മുടെ സൽപ്രവൃത്തികളിലല്ല, മറിച്ച് അവിടുത്തെ കരുണയെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കും. ഈ സഭയെയും ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മാതാപ്പായെയും മെത്രന്മാരെയും എല്ലാ വൈദികരെയും സന്യാസിനികളെയും അങ്ങനെ കൃപയാകുന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തി അങ്ങയുടെ വചനം ലോകം പ്രവേശിക്കുവാൻ ശക്തരാക്കണമെന്ന് ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രത്തിലെയും ലോകത്തിലെയും ഭരണാധികാരികൾക്ക് നീതിയിലും സത്യത്തിലും ഉറച്ചു നിന്ന് ജനങ്ങളുടെ ക്ഷേമത്തിനായി വിവേകത്തോടെ ഭരണം നടത്തുവാനും ലോകമെന്നും സമാധാനവും സൗഹൃദവും പുലരുവാനും വേണ്ട കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗം, ദാരിദ്ര്യം, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ദുരിതത്തിലായിരിക്കുന്നവർക്ക് സഹായവും പ്രത്യാശയും ലഭിക്കുവാനും അവരെ സഹായിക്കുവാൻ മറ്റുള്ളവർക്ക് നല്ല മനസ്സുണ്ടാക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അങ്ങേയത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. കുടുംബബന്ധങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും വളരുവാനും യുവജനങ്ങൾ നല്ല ജീവിതമാർഗം കണ്ടെത്തുവാനും എല്ലാവരും അങ്ങയുടെ കൂട്ടായ്മയിൽ സ്നേഹത്തോടെയും ലക്ഷ്യബോധത്തോടെയും വളരുവാനും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യത്തിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. അവർക്ക് അങ്ങയുടെ മുഖം കാണുവാനും സ്വർഗീയ സന്തോഷത്തിൽ പങ്കുകാരാവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മലോദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംഭവിക്കുവാൻ അർഹയായ കന്യകമറിയും അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകളെ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ും
സഹോദരരെ, എന്റെ നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കന്യകയായ ദേവമാതാവിന്റെ വിശുദ്ധ യോസേഫിന്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ കൃപയിലെ സമാധാനത്തിൽ സുസ്ഥിരമായി നിലനിർത്തണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാതാക്കന്മാരോടും പ്രധാന മാതാക്കന്മാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സ്നേഹത്തിന്റെ എല്ലാ വൃത്തങ്ങളോടും ഒത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ സത്യമായ പരിശുദ്ധനാണ്. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളുടെ സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജലത്തെ പ്രത്യക്ഷ കൊണ്ടുവന്നതിൽ നിന്ന് അങ്ങ് വിലപിക്കുന്നില്ല. അതുകൊണ്ട് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവ് കാഴ്ചകൾ അതേ ആത്മാവൻ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി ഇരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി
അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീട്ടുവരുന്നവരെ അങ്ങേ കരുണയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയങ്കരനെ പറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങ് തിരുമുമാരുടെ ശരീരങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണിതരായി ഞങ്ങൾ ക്രിസ്തുവിന്റെ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും തിരുകുടുംബത്തോടും കുഞ്ഞിപ്പൈതങ്ങളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അന്വേഷണത്തിന്റെയും പേരിൽ സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പിയർ ബത്തീസ്ത മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദിക സന്യസ്തങ്ങളോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുവനന്തപുരമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറി കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിരിക്കണമേ. ഞങ്ങളുടെ പ്രതിയായ സഹോദരരെ, അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മുഖത്തെ നിത്യമായി സംതൃപ്തരാക്കപ്പെടണമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക്
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നോ എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാലിക്കുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരം ഇന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറണം. അനുഗ്രഹപൂർണമായ പ്രത്യാശി ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം വായിക്കുക നൽകുവാൻ കഴിയണമേ എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് പരസ്പര സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക.
കൈക്കൊള്ളും നേരം ഉള്ളിൽ ഈശോ വന്നല്ലോ ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിൽ ഈശോ വന്നല്ലോ സ്നേഹമുള്ളവരെ, ബുധനാഴ്ച രാത്രി 9:30 മണിക്ക് കപ്പൂച്ചൻ ആശ്രമ ദേവാലയത്തിൽ ഒരു വർഷത്തിന്റെ രാത്രി കുർബാന നടത്തുന്നതാണ്. അതായത് ക്രിസ്മസ് രാത്രിയിൽ കുർബാന നടത്തുക, അതേപോലെ കപ്പൂച്ചൻ ആശ്രമ പള്ളിയിൽ വിശുദ്ധ കുർബാന ബുധനാഴ്ച രാത്രി 9:30 മണിക്ക് 31-ാം തീയതി 9:30 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ് സ്നേഹത്തോടുകൂടി അറിയിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഏറ്റവും സജീവമായി ആയിരുന്ന സിന്ധു ചേച്ചി ഇവിടുത്തെ ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങുകയാണ്.
അറിഞ്ഞിരുന്നു ചേച്ചിയുടെ മകന് ആക്സിഡന്റ് ആയ വിവരം വരുന്നുണ്ട്. ചികിത്സയിലാണ്. അവനറ്റിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്നതായ സാഹചര്യത്തിൽ ഇവിടുത്തെ സമൂഹത്തോട് ഈ കൂട്ടായ്മയോട് കാണിച്ച എല്ലാ നന്മകൾക്കും ചേച്ചിയുടെ എല്ലാ സാന്നിധ്യത്തിനും വേറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. സിന്ധു ചേച്ചി കമ്മ്യൂണിറ്റിയിലായിരുന്നപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് കൂട്ടായ്മയുടേതായ നേതൃത്വത്തിൻ്റെതായ ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുകയുണ്ടായി. ചേച്ചിയെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു. നാട്ടിലെ ജീവിതം ഏറ്റവും അനുഗ്രഹകരമാകുവാൻ അതിൻ്റെ സൗഖ്യം പൂർണ്ണമാകുവാനായിട്ട് എപ്പോഴും ദൈവത്തിന്റെ സന്നദ്ധ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഈ നേരുന്നു. ഈ സമൂഹത്തിന്റെ നാമത്തിൽ ഏറെ സ്നേഹത്തോടെ നാമത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ അച്ഛന്മാരും ഈ സമൂഹത്തിന്റെ ഓരോരുത്തരുടെ നാമത്തിൽ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, സ്വർഗീയ ഗുണാശകളാൽ പരിപോഷിതരായ ഇവരെ തിരുക്കുടുംബത്തിന്റെ മാതൃക നിരന്തരം അനുഗ്രഹിക്കണം. അങ്ങനെ ഈ ലോകക്ലേശങ്ങൾക്ക് ശേഷം അവരുടെ നിത്യമായ സഹവാസം ഇവർ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടവരുടെ കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനം പോകുകയും നമുക്ക് പരമ്പരയെ ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരരെ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മശാന്തിക്കായി സ്വർഗീയ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരോ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ എന്നിവർ നിത്യഗതിയായ പരിശുദ്ധ മറിയത്തിന്റെയും എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Sword
എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. സർവശക്തനായ പിതാവേ, ഞങ്ങളെ കുരിശിന്റെ ദിവ്യ രഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരന്റെ മൗനമായ പുനരുദ്ധാരണത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്യുമല്ലോ. അങ്ങയുടെ ദാസന്റെ പാപങ്ങളിൽ മോചിപ്പിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ജീവിതകാലം മുഴുവൻ കർത്താവിനെ പാടിക്കൊള്ളും. പിതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ മരണത്തെ കീഴടക്കി സ്വർഗീയ മഹിമയിൽ പ്രവേശിക്കുവാൻ അങ്ങ് മനസ്സായത് നശ്വരമായ ഐക്യ ജീവിതം വിജയപൂർവ്വം തരണം ചെയ്ത ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ തങ്ങളുടെ സ്രഷ്ടാവും രക്ഷകനുമായ അങ്ങേ ദർശിച്ച് നിത്യപ്രവൃത്തി അടയുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവും ലോകരക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ അനന്തനീയമായ കൽപ്പന അനുസരിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ദാസരുടെ ആത്മാക്കൾക്ക് വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശനം നൽകണം. പുണ്യജനതയെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുവാനായി അന്ന് വാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചിന്തയ്ക്ക് അതീതവുമായ വിജ്ഞാനത്തിലേക്ക് ഈ സഹോദരങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി ഈ സഹോദരങ്ങളുടെ ആത്മാക്കൾ മരിച്ചവരുടെ എല്ലാ വിശ്വാസികളുടെ ആത്മാക്കൾ കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ.